നമസ്കാരം. തലസ്ഥാന നഗരത്തിലെ മാനവീയം വീഥിയിലാണ് ഒരു VIP ഓട്ടോ യാത്ര നടന്നത്. INTUC സംഘടിപ്പിച്ച ഓട്ടോ കൂട്ടം തരൂരിനൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുത്ത് മോട്ടോർ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് സംവദിച്ച ശേഷം അപ്രതീക്ഷിതമായി തരൂർ ഓട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം തോന്നുന്നുണ്ടെന്നും തിരുവനന്തപുരത്തെ ഏറ്റവും ഉപകാരികളായ പൊതുഗതാഗത സംവിധാനം ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണെന്നും ശശി തരൂർ പ്രതികരിച്ചു. ഏതു നേരത്തും എല്ലാ സമയത്തും ആവശ്യത്തിന് ഓടിയെത്തുന്ന വണ്ടിയാണ് ഓട്ടോറിക്ഷ എന്നും ഇത് താൻ ആരെയും സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്നും അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് മറുനാടനോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തിന്റെ ശരിക്ക് ഒന്നാം സ്ഥാനത്തുള്ള മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഈ 50,000 ഓട്ടോറിക്ഷോനെ ഏത് നേരത്തും എല്ലാവിടെയും കിട്ടും. എനിക്ക് കഴിഞ്ഞ വർഷം എന്റെ വാഹനത്തിലൊരു എഞ്ചിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായ കാരണം ഞാൻ പാതിയിൽ ഇറങ്ങിയ ഉടനെ ആദ്യം രക്ഷിക്കാൻ വന്നത് ഒരു ഓട്ടോറിക്ഷക്കാരനത് ഒരിക്കലും മറക്കില്ല. നമ്മൾ എല്ലാത്തിനും ഓരോരോ കാര്യങ്ങളും. ഒരു ടാക്സിക്ക് 10 ഓട്ടോറിക്ഷ കിട്ടും നമ്മുടെ തിരുവനന്തപുരത്ത്. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ഏത് പാത, ഏത് മുക്ക്, ചില പാതകളിൽ വാഹനങ്ങൾ കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തിലും ഓട്ടോറിക്ഷ എത്തിയിട്ട് ജനങ്ങളെ എത്തിക്കണം. പക്ഷെ അത് ഓട്ടിക്കുന്ന ഓട്ടോറിക്ഷക്കാരുടെ സ്ഥിതി എന്താണ്? അവര് എങ്ങനെയാണ് എളുപ്പത്തിൽ ജീവിക്കാൻ സാധിക്കുക? ഈ BJP സർക്കാർ പെട്രോൾ ടാക്സ് അടിച്ചിട്ട് കുറെ വർഷങ്ങളായിട്ട് ലോകം മുഴുവൻ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ചുരുങ്ങി വരുന്ന സമയത്തിൽ ഇന്ത്യയിൽ മാത്രം കൂടി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഒരൊറ്റ കാരണം, BJP ഈ ചുരുങ്ങുന്ന വിലയുടെ ഗുണം സാധാരണക്കാർക്ക് എത്തിക്കുന്ന പകരം അവര് ടാക്സ് 6 ഇരട്ടിയാക്കി. UPA സർക്കാരിന് 3 രൂപ 92 പൈസ ആയിരുന്ന ടാക്സിനെ അവര് 21 രൂപ 92 പൈസ വരെ കൊണ്ടുപോയി. ജാനുവരി 2016 ഇന്നും കൂടി ഓരോ ലിറ്റർ പെട്രോൾ സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങള് 19 രൂപ 48 പൈസ BJP സർക്കാരിന് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് മാത്രം കൊടുക്കും. ഈ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ എന്നാണ് തരൂർ ചോദിച്ചത്. ലോകത്ത് എല്ലായിടത്തും പെട്രോൾ ഡീസൽ വില കുറയുമ്പോൾ ഇവർ ജീവിക്കാൻ ഓടിക്കുന്ന വണ്ടിയിൽ ഒഴിക്കുന്ന ഇന്ധനത്തിന് തീവില നൽകേണ്ടി വരുന്നതായി തരൂർ പ്രതികരിച്ചു. ടാക്സ് ക്രമാതീതമായി ഉയർത്തുന്നതാണ് വില വർധനവിന് കാരണമെന്ന് തരൂർ പറഞ്ഞു. പെട്രോൾ വിലയിൽ BJP സർക്കാരിനു മാത്രം 19 രൂപയോളം അധികം നൽകുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഒരു പ്രത്യേക വിശ്രമ കേന്ദ്രം തയ്യാറാക്കാൻ ഇതുവരെ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ലെന്നും ഒന്നല്ല നിരവധി കേന്ദ്രങ്ങൾ അവർക്ക് പണിത് കൊടുക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. എല്ലാ കാലാവസ്ഥയിലും ജോലി ചെയ്യുന്ന വിഭാഗമായിട്ടും അവർക്ക് ഒരു സൗകര്യവും ലഭിക്കുന്നില്ലെന്നാണ് ശശി തരൂരിന്റെ പരാതി. നമ്മൾ ഓട്ടോയിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും അവരോട് സംസാരിക്കണമെന്നും തരൂർ പറയുന്നു. രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് നന്നായി തന്നെ അറിയാം. അവരോട് സംസാരിച്ചാൽ തന്നെ നമുക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാകും എന്നാണ് അദ്ദേഹം മറുനാടനോട് പ്രതികരിച്ചത്. സാധാരണക്കാരന്റെ പൾസ് മനസ്സിലാക്കാൻ ഇവരോട് സംസാരിക്കുന്നത് പോലെ ആരോടും സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും ഓട്ടോയിൽ കയറുന്നവരോട് തനിക്കു വേണ്ടി വോട്ട് ചോദിക്കാൻ മറക്കരുതെന്നും എല്ലാവർക്കും കോൺഗ്രസ് സർക്കാർ വന്നാൽ ഗുണം ചെയ്യുമെന്നും തരൂർ പറഞ്ഞു നിർത്തി. മറുനാടൻ TV, തിരുവനന്തപുരം.